Amalu, good afternoon. Masihan, good afternoon. Anisha, Rajiv, good afternoon. Okay, Lechu, I have also verified. Anjali, good afternoon. Good afternoon, sir. Okay, Suhaina, good afternoon. Okay. Good afternoon. Okay, Sagir, good afternoon. Okay, Anju, good afternoon. Okay, let us start. Okay, okay, we discuss it. Okay, okay, let you. Good afternoon. Yes, we discuss it. Passive voice passive voice അഞ്ച് രീതിയിലുള്ള ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. 5 രീതിയിലുള്ള ടെൻസുകളുടെ പാസീവ് വോയിസ്. അതിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ഇത്രയും ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റൈറ്റ്? യെസ്. ഇന്ന് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി അടുത്ത ഒരു ടെൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനോട് പോകുന്നത്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള പാസീവ് വോയിസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് എന്നാണ് അത് മാത്രം ഒന്ന് ഓടിച്ച് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ പറയുമ്പോൾ ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ബി, പിന്നെ വെർബ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, ബി, വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു മോഡൽ ഒരു വാചകമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു വാചകം എഴുതുകയാണ്. They have
taken the books. ഒരു വാചകം ഞാൻ ഇവിടെ എഴുതുന്നു. They have taken the books. They have taken the books. Okay. അപ്പൊ ഫാത്തിമ ഷാജി, they have taken the books എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആയിരിക്കും? ഹലോ സർ, നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 12 ടെൻസുകളിൽ ഏത് ടെൻസ് ആയിട്ട് വരും? They have taken the book എന്ന് പറയും. They have taken the book. Simple present, simple past, simple future, present continuous, past continuous, future continuous, present perfect, past perfect, future perfect. ഈ 9 എണ്ണത്തിലോ എണ്ണുള്ളത് ഏതായിട്ട് വരും എന്ന് പറയാം? ഓക്കെ, ആർക്കെങ്കിലും പറയാം. They have taken the books എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആയിട്ട് വരും? They have taken the books എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 9 ടെൻസുകളിൽ ഏതിന്റെ കീഴിൽ വരും? ഓക്കെ, കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് ഓക്കെ അനീഷ, കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്. യെസ് 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 ഫാത്തിമ ഷാജി, അത് പ്രസന്റ് പെർഫെക്റ്റിലാണ് വരുള്ളൂ. ഓക്കെ, ഓക്കെ ലച്ചു, കറക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നോക്കിയേ, ദേ സബ്ജക്റ്റ് ആണ്, ഹാസ് അല്ലെങ്കിൽ ഹാവിലെ ഹാവ് ഉണ്ട്, ടേക്ക് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്. ദേ ഹാവ് ടേക്കൻ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതും എന്നുള്ളതാണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ കോമൺ ആയിട്ട് തന്നെ. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതണം, അതും കഴിഞ്ഞതിന് ശേഷം ബീങ് എന്ന് ചേർക്കണം. ആ വേർഡ് അഡീഷണൽ നമ്മൾ ചേർക്കുന്നതാണ് BEN, ബി. യെസ്, ഓക്കെ ലച്ചു, ബി എന്ന് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ സൂചിപ്പിച്ച് വെച്ചോ. ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് BEEN, ബി പ്ലസ് വെർബ്, ആ വെർബിന്റെ ബ്രാക്കറ്റില് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 മൂന്നാമത്തെ ഫോം അങ്ങനെ വെച്ചേക്കാം. ഓക്കെ, അപ്പോ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഈ വാചകത്തെ ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, they have taken the books. എന്തെടുത്തു? the books. അല്ല, പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. the books അത് ആദ്യം വന്നു. ഇനി ഒന്നുകൂടി നോക്കാം. the books എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ബുക്ക് ഉണ്ടല്ലോ. അപ്പൊ ഹാസ് വരും, ഹാവ് വരും, ഹാവ് വരും. അപ്പൊ the books have been. ഇനി വേണ്ടതാണ് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഫോം അന്വേഷിച്ച് പോവേണ്ട കാര്യമില്ല. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ആയ സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക മൂന്നാമത്തെ ഫോമിനെ ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ആൻസർ എന്ത് വരും? the books have been taken by them. the books have been taken them. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാല് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വരുന്നത്. പക്ഷെ ഇതിവിടെ ഒരു ബീൻ എന്നും കൂടി വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആയ ടെൻസ് ആണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസിന്റെ രീതിയിൽ എഴുതിയിട്ടുള്ളത്. പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ ബീൻ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ഓർമ്മ വേണം. യെസ്, അപ്പൊ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു,
ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. അങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? അതിന്റെ പാസീവ് വോയിസ് ആയിട്ട് മാറും. യെസ്, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ ദ ബുക്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ദം. ദ ബുക്സ് എന്നുള്ളതിന്റെ പകരം ദ ബുക്ക് എന്ന് അംഗീകരിക്കും. അപ്പൊ ഒരു ബുക്കുള്ളൂ. അപ്പൊ ഹാവ് വേണ്ട കുറെ ഹാസ് മതി. ദ ബുക്ക് ആണെങ്കിൽ ദ ബുക്ക് ഹാസ് ബീൻ. ദി ബുക്സ് ആയതുകൊണ്ട് ദ ബുക്സ് ഹാവ് ബീൻ. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതേ ടെൻഷനുള്ള ഒരു വാചകം പറയാം, 2 വാചകങ്ങൾ പറയാം. നിങ്ങളത് പറ്റുന്നു നോക്ക്. They have eaten, E-A-T-E-N, eaten 3 apples, T-H-R-E-E, 3 apples, A-P-P-L-E-S. They have eaten 3 apples. അപ്പൊ ഇവിടെ നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. എന്താണ് വേണ്ടത്? എന്ത് കഴിച്ചു അല്ലെങ്കിൽ എന്ത് തിന്നു? 3 ആപ്പിൾ. 3 ആപ്പിൾസ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഓബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്, ബാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ മസിഹ, കറക്റ്റ് ആണ്. ഓക്കെ ലച്ചു, ഓക്കെ ലച്ചു, കറക്റ്റ്. ഓക്കെ നന്ദന, കറക്റ്റ്. ഓക്കെ അഞ്ജലി, കറക്റ്റ്. ഓക്കെ അനിഷ, കറക്റ്റ്. ഓക്കെ അനുലക്ഷ്മി, കറക്റ്റ്. യെസ്, സംഗതി പിടികിട്ടിയേക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് ഒന്നുകൂടി പറയാം. സെന്റൻസ് ഇതാണ്. സംബഡി, SOMEBODY, സംബഡി. ഓക്കെ ഹസീന, കറക്റ്റ്. സംബഡി ഹാസ് സ്റ്റോളൻ, STOLEN, സ്റ്റോളൻ the book. Somebody has stolen the book. Okay, anyway. Somebody has stolen the book. Okay, Basirat. Okay, let's you. The book na agikolu. The book kaniya marde. Okay, Nandana. Okay, Anilashmi. Okay, Anjali. Okay, Alisha. Okay, Anisha. Okay, Ranjita. Okay, Hasina. Yes, ആയിരത്തില് ഒന്നുകൂടി പറയാം. They have cut down, cut down the tree. They have cut down the tree. They have cut down the tree.
Okay, Rachu. Okay, Anjali. Okay, Masida. And Lashmi, okay. Nandana, okay. Okay, Nisha. Asina, okay. Ranjita, okay. Okay. യെസ്, അപ്പൊ ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വരുന്ന വളരെ എളുപ്പമായിട്ടുള്ള വാചകങ്ങൾ പറയുകയും നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ്, എ സ്മോൾ ചേഞ്ച്. ഓക്കെ, ആ സ്മോൾ ചേഞ്ച് ഇതാണ്. അടുത്ത വാചകം ഇരിക്കും, ഹാവ് ദേ seen him since since May, M-A-Y, May. Question mark. Okay, I will repeat the question. Have they seen him since May? ഇതാണ് ചോദ്യമാണത്, ഒരു ക്വസ്റ്റ്യൻ വാചകമാണ്. ഹാവ് ദേ സീൻ ഹിം സിൻസ് മെയ്? മെയ് മുതൽ അവനെ അവർ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കി. ഓക്കെ മസീദത്ത്. സിൻസ് ആണ്, സിൻസ് ആണ്, സിംഗിങ് അല്ല, സിൻസ്. സിൻസ് മെയ് മുതൽ സിൻസ് ആണ്. ഓക്കെ മസീദത്ത്. ഓക്കെ ലച്ചു. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് വിട്ടേക്കാം. ഓക്കെ, നിങ്ങളപ്പോ ബുദ്ധിയുള്ള കുട്ടികളാണ്. യെസ്, വളരെ കൃത്യമായിട്ട് അത് ചെയ്തു. ഓക്കെ. സിൻസ് ആണ്. ഓക്കെ രഞ്ജിത, കറക്റ്റ്. യെസ്, അപ്പൊ അതിനടുത്ത ഇത് ഇതേ മോഡൽ തന്നെ വേറൊരു മോഡൽ പറയാം. Have they spoken English? Have they spoken English for for 2 weeks, WEEKS. I will repeat. Have they spoken English for 2 weeks? Question mark. Have they spoken English for 2 weeks? Okay. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം.
ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക ആദ്യം. ഓക്കെ ലച്ചു. ഓക്കെ മസിഗത്ത്. ഓക്കെ അനീഷ. യെസ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഒന്ന് പറയാം. Have they spoken English for 2 weeks? 2 ആഴ്ച അവര് ഇംഗ്ലീഷ് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ഇംഗ്ലീഷ്. അപ്പൊ അത് നമുക്ക് എടുക്കാം, ഇംഗ്ലീഷ് ഓബ്ജക്റ്റ് എടുക്കാം. അപ്പൊ ഇത് വരും ഹാസ് ഇംഗ്ലീഷ് ബീൻ സ്പോക്കൺ ഫോർ 2 weeks. Has English been spoken for 2 weeks? Okay, Ranjita, correct. Has English been spoken for 2 weeks? Okay. ഇനി ഓക്കെ അലീഷ, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് വേറൊരു മോഡല്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ മോഡൽ മാറ്റി. നോ വൺ, എന്നോ നോ. നോ വൺ ഹാസ് ഇൽ ട്രീറ്റഡ്. ILL, ഇൽ ഒരു ഹൈഫൺ, ട്രീറ്റഡ് TREATED. ഇൽ ട്രീറ്റഡ് them for a week. WEEK. I will repeat the question. No one has ill treated them for a week. Okay. Okay. No one, ആരും has ill treated them, മോശമായിട്ട് അവരെ പരിഗണിച്ചിട്ടില്ല. കുറെ വീക്ക്, ഒരാഴ്ചയോളം മോശമായിട്ട് അവരോട് ആരും പെരുമാറിയിട്ടില്ല. യെസ്. ഇത് 2 രീതിയിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവലംബിക്കാം. No one has ill-treated them for a week. Okay, Lichu, very good. Okay, Aisha. Okay, Masigar. Okay, Anjali.
Okay, Ranjina. Okay, I will answer Vankya. Okay, no one has ill-treated them for a week. ആരെ അവരെ അപ്പൊ ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒബ്ജക്റ്റ്. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഹാവ് ഒരു ദേ ഹാവ്. പിന്നെ ഇതിനകത്ത് നോ വൺ എന്ന് എഴുതിയതിന്റെ പേരിൽ ഒരു നോട്ട് കൂടി ചേർക്കാം. ദേ ഹാവ് നോട്ട് ബീൻ ഇൽ ട്രീറ്റഡ് ഫോർ എ വീക്ക്. ഓക്കെ ഓക്കെ. അടുത്തത് no one has no one has examined 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 the patients PATIENTS. No one has examined the patients PATIENTS. No one has examined the patients. ആരും രോഗിയെ പരിശോധിച്ചിട്ടില്ല. No one has examined the patient. No one has examined the patient. PATIENTS ആണ് patients, രോഗികൾ. ഓക്കെ മസ്ഗത്ത്. ഓക്കെ അഞ്ജലി. ഓക്കെ ലച്ചു. കറക്റ്റ്. അങ്ങനെ പേഷ്യൻസ് ആണ്. അപ്പൊ ഹാസ് എന്നുള്ളത് ചെറിയ വ്യത്യാസം വരും. അടുത്ത ആള് പേഷ്യൻസ് ആണ്. അപ്പൊ ഹാസ് എന്നുള്ളതിൽ ചെറിയ വ്യത്യാസം വരും. ഓക്കെ അലീഷ. ഓക്കെ രഞ്ജിത. അഞ്ജുലും അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ അനീഷ. കറക്റ്റാണ്. ഒരു പേഷ്യന്റ് ഉള്ളെങ്കിൽ ഹാസ് മതി. ഒന്നിൽ കൂടുതൽ വന്നതിന്റെ പേരിലാണ് അവിടെ ഹാവ് വരാനുള്ള കാരണം. ഇനി ഞാൻ ഈ ചോദ്യത്തിന്റെ ഘടന ഒന്നുകൂടി മാറ്റുകയാണ്. ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ വരും. Has anybody not taught taught him? Question mark. Has anybody not taught taught him? ആരും അവനെ പഠിപ്പിച്ചിട്ടില്ലേ? Has anybody not taught him? Yes. ചെയ്യാൻ പറ്റുമോ നോക്കി.
Okay, Vijay K. George. Okay, Masigat, very good, very good. Okay, Anjali. Okay, Nandana. ഒന്നുകൂടി നോക്കൂ ലച്ചു. രഞ്ജിത കറക്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഹാസ് ഹി നോട്ട് ബീൻ ടോട്ട്? ഹാസ് ഹി നോട്ട് ബീൻ ടോട്ട്? എങ്ങനെ കിട്ടിയ സംശയം ചോദിച്ചേക്കാം. യെസ്, അതേ മോഡലുള്ള വേറെ നമ്പർ. ഹാവ് ദേ ഹാവ് ഹാസ് ഹി എന്ന് കൂടി വരണം. ഹാസ് ഹി നോട്ട് ബീൻ? സുഹൈല, ഹാസ് ഹി? ഓക്കെ, പുതിയതാണ് പറയണത്. ഹാവ് ദേ നോട്ട് ഡൺ, DONE, ഡൺ the have they not done the exercise? EXERCISE. Have they not done the exercise? ചോദ്യമാക്കൂ സുഹൈല. ഓക്കെ മസിഗത്ത്. ഓക്കെ ലച്ചു. ഓക്കെ നന്ദന. ഓക്കെ അഞ്ജലി. ഓക്കെ അലീഷ. ഓക്കെ രഞ്ജിത. യെസ്, അപ്പൊ അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ഹാസ് the exercise, okay, Amisha, Anisha, Shaji, has the exercise not been done by the? Has the exercise not been done by the? Okay. Last ആയിട്ട് ഒന്നുകൂടി ഇതേ മോഡൽ തന്നെയാണ്. Has anybody not killed, KILLED, killed the cat, CAT? ഒന്നുകൂടി പറയാം. Has anybody
നോട്ട് കിൽഡ് ദ കാറ്റ്. ആരും ഇതുവരെ ആ പൂച്ചയെ കൊന്നില്ലേ? ഓ സുഹൈന, ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചല്ലോ. ആസ് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് എടുത്തത്. ആ ഓക്കെ മസ്ലിഹത്ത്, ഓക്കെ ലച്ചു, ഓക്കെ നന്ദന. ആ ഓക്കെ രഞ്ജിത. ഓക്കെ അനീഷ. യെസ്. ആ ഓക്കെ അലീഷ കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാൻ വായിക്കാം. ആൻസർ ഇതാണ്. ഹാസ് ദ കാറ്റ് നോട്ട് ബീൻ കിൽഡ്? ഹാസ് ദ കാറ്റ് നോട്ട് ബീൻ കിൽഡ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് 6 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് അവശേഷിക്കുന്ന ഒരെണ്ണം കൂടിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് പോയിന്റ് ഒന്നും ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി, എഴുതുകയോ മതി, ഞാനത് പറയാം. യെസ്. അതായത് ഞാനൊരു കുറച്ച് ഐറ്റംസിന്റെ പേര് പറയും. ആ ഐറ്റംസിന് മൊത്തത്തിൽ പറയുന്ന പേര് എന്താണെന്നാണ് നിങ്ങൾ പറയുന്നത്. മൊത്തത്തിൽ പറയുന്ന പേര്. യെസ്. അപ്പൊ ചോദ്യം ഇതാണ്. ഗസ് ദ കാറ്റഗറി ഫ്രം ദ ക്ലൂസ്. ഗസ് ദ കാറ്റഗറി ഫ്രം ദ ക്ലൂസ് ഗിവൺ. അതിരിക്കുന്ന ക്ലൂവിൽ നിന്ന് അതിന്റെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ അറിയണം. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ആ ചോദ്യം നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള, എല്ലാം ഈസിയാണ്, എന്നാലും പൊതുവെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ചോദ്യം പറയുന്നു. ടേബിൾ, ചെയർ, ടീപ്പോയ്. ഏതിനകത്ത് വരുന്നത്? ആ ഓക്കെ അനീഷ, അനുലക്ഷ്മി, മസ്യത്ത്, സുഹൈര, അഞ്ജലി, അമീഷ, അഞ്ചു. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ലച്ചു ഓക്കെ ഓക്കെ ഓക്കെ. രഞ്ജിത ഓക്കെ. അപ്പൊ അതിന് വരുന്ന ഏതാണ്? ദാറ്റ് ബിലോങ്സ് ടു ഫർണിച്ചർ. എല്ലാം എഴുതിപ്പെട്ടതാണ്, ഫർണിച്ചറിൽ പെട്ടതാണ്. അപ്പൊ അത് ഫർണിച്ചർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലാണ് അത് വരുന്നത്. ഓക്കെ യെസ്. അതുപോലെയാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ചോദ്യം പറയാം. അടുത്ത ചോദ്യം പറയാം. ഷാർക്ക്, SHARK. ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ, WHAIL. ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ. അലീഷ, മസീദ്, അഞ്ജലി, ഫാത്തിമ, സുഹൈന, ദിവ്യ, ലച്ചു, നന്ദന, അഞ്ചു, അനുലക്ഷ്മി, അമീഷ, രഞ്ജിത. ഓക്കെ 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 ഓക്കെ. യെസ്, ഫിഷ് ആണ്
വേറൊരു പേര് കൂടെ ആരെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സീ അനിമൽസ്. സീ അനിമൽസ്, SEA, സീ അനിമൽസ്. ഓക്കെ ഓക്കെ. അടുത്തത് ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, റോളർ ബ്ലേഡ്സ്. റോളർ ബ്ലേഡ്സ് വെഹിക്കിൾ ആണ്. വേറൊരു കൂടി വരൂല. All these are used for what? Bicycle, skateboard, roller blades. Okay, they also belong to sports. Okay, yes, sports. അടുത്തത് laptop, smartphone, camera. Laptop, smartphone, camera. Okay, Alicia. Masjid, Anjali, very good. Anisha. Ranjida. Suhaina. Lechu. Okay. Answer is correct. Another answer. Electronic devices. Very good. Next. King. Okay. Asira. King. Queen. Prince. Princess. King. Queen. Prince. Princess. Correct, Fatima. Shaji, Anurashmi, Masjid, Anisha, Alicia, Anjali, Lechu. Yes. Asina. Okay. Correct. Ranjida, okay. And all these belongs to the royal family. We എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണ്? റോയൽ ഫാമിലി. യെസ്. അടുത്തത് വോൾക്കനോ, എർത്ത്ക്വേക്ക്, ടർനാഡോ. വോൾക്കനോ, എർത്ത്ക്വേക്ക്, ടർനാഡോ. ഓക്കെ. മസ്ജിദ്, അതിന്റെ കൂടുതൽ വാക്ക് കൂടി ചേർക്കാം കേട്ടോ. ഓക്കെ. സുഹൈന, അനുലക്ഷ്മി, ഫാത്തിമ, അതിന്റെ കൂടെ മുമ്പിലൊരു വേർഡും കൂടി ചേർക്കാം. എന്താണ്? ഓക്കെ അനുലക്ഷ്മി, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, വെരി ഗുഡ് അനീഷ. യെസ്. ഓക്കെ. അനീഷ, ഓക്കെ. അഞ്ജലി, ഓക്കെ. രഞ്ജിത, ഓക്കെ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. യെസ്, വെരി ഗുഡ്. ഓക്കെ സുബൈന, കറക്റ്റ്. അടുത്തത് ലയൺ, ടൈഗർ, എലിഫന്റ്. ലയൺ, ടൈഗർ, എലിഫന്റ്. അനുലക്ഷ്മി, ഫാത്തിമ, അലീഷ്യ, മസ്ജിദ്, അഞ്ജലി, ലച്ചു, ദിവ്യ, അനീഷ, ഷാജി. ആൻസർ കറക്റ്റ് ആണ്. വൈൽഡ് അനിമൽസ്. പിന്നെ അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ രഞ്ജിത, സുഹൈന, ഓക്കെ. ഹസീന, ഓക്കെ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഹൂ ഈസ് കൺസിഡേർഡ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്? കിങ് ഓഫ് ദ ഫോറസ്റ്റ് എന്നുള്ളത് ആരാണ്? ലയൺ ആണ്. ഓക്കെ. യെസ്. ഓക്കെ, സമ്മതിച്ചു. ഏതെങ്കിലും ഒരു ലയൺ ഐ ആം ദി കിങ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്? ഇല്ല. നമ്മളാണ് ലയണിനെ കിങ് ആയിട്ട്
പരിഗണിച്ചത് മനുഷ്യരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ടൈഗറൊക്കെ കിങ്ങിന്റെ ലയന്റെ ഒപ്പം പവറുള്ള സംഗതിയല്ലേ. പക്ഷെ നമ്മള് ലയണിനെയാണ് വേണമെങ്കിൽ ഒരുപാട് നമുക്ക് പറയാം ലയണിനേക്കാളും കുറച്ചുകൂടി വലുതല്ലോ ടൈഗർ. യെസ്, എങ്കിലും നമ്മൾ പറയുന്നു ടൈഗർ അല്ല, ലയൺ ഇസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് പറയാമോ? അല്ലെങ്കിൽ കാട്ടിലെ രാജാവ് സിംഹമല്ല എന്ന് പറഞ്ഞാലും മതി. Why do we call the lion as the king of the forest? Yes. ശക്തി എന്നാണ് ഹസീന പറയുന്നത്. യെസ്, ക്യാരക്ടർ എന്ന് അന്വേഷിക്കും. എന്ത് ക്യാരക്ടറാണ് അന്വേഷിക്കാൻ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ പറഞ്ഞോളൂ. സ്ട്രോങ് ആണ് ലയൺ എന്ന് പറയുന്നു. വെച്ചു. യെസ്, നമ്മളെ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഓരോ ജീവികൾക്ക് അത് പക്ഷേ കുറെ അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുള്ള ജീവികളാണ്. യെസ്, ഈ ലയണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അതിന്റെ ടെറിട്ടറി, അതായത് അതിന് ഓടി നടന്ന് ഇരയെ പിടിക്കാനുള്ള ടെറിട്ടറി അതിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ബൗണ്ടറി, അതാണ് ലയണിന്റെ പ്രത്യേകത. ടെറിട്ടറി എപ്പോഴും ഇങ്ങനെ വ്യാപിപ്പിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു രാജാവ് ആ രാജാവിന്റെ സേനകളുമായിട്ട് അടുത്ത ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കി ആ രാജ്യവും കൂടി തന്റെ രാജ്യത്തോട് ചേർത്ത് ടെറിട്ടറി, തന്റെ അതിർത്തി അത് വികസിപ്പിക്കുന്ന ഒരാളാണ് രാജാവ്. അതുപോലെ തന്നെയാണ് ഈ സിംഹത്തിന്റെ പ്രത്യേകത. ഒരു പ്രത്യേക സ്ഥലത്ത് അവനേ ഉണ്ടാവും, അവന്റെ ടെറിട്ടറിയാണ്, അവൻ കൂടെ വേറെ ആൾ കയറുന്നത്. യെസ്, അതുപോലെ അത് തന്നെ ഈ കടുവകൾ കൊണ്ടിട്ട അത് അതിന്റെ യൂറിൻ പാസ് ചെയ്തിട്ട് അതിന്റെ ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ബൗണ്ടറിയിലോട്ട് അടുത്താണ് കയറുന്നത്. യെസ്, എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഒരു ടെറിട്ടറി, ആ ടെറിട്ടറി വ്യാപിപ്പിക്കുന്ന ആളാണ് ഈ ലയൺ. അതുകൊണ്ടാണ് ഹി ഈസ് കൺസിഡർഡ് ടു ബി ദ കിങ്. നമുക്കറിയാലോ ഈ വേഴാമ്പൽ എന്ന് പറയുന്ന ഒരു പക്ഷി, വേഴാമ്പൽ അത് നമ്മുടെ ഒരു ഔദ്യോഗിക പക്ഷി ആണ്. മലമ്പുഴയ്ക്ക് വേഴാമ്പൽ എന്നാണ് അവര് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ഇതിലെ വേറെ എത്രയോ പക്ഷികളുണ്ട്, എങ്കിലും നമ്മള് വേഴാമ്പലിനെ നമ്മുടെ ഔദ്യോഗിക പക്ഷിയായിട്ട് നമ്മൾ പറയുന്നു, മലമ്പുഴയ്ക്ക് വേഴാമ്പൽ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇണയെ ഉണ്ടാകും, ഒരു ഭാര്യയും ഒരു ഭർത്താവും. അത് മാറില്ല, അതൊക്കെ കറക്റ്റ് ആയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ പെൺ വേഴാമ്പല് മുട്ടയിടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു മരത്തിന്റെ മുകളിൽ ഒരു കൂടുണ്ടാക്കി ആ കൂടിന്റെ ഉള്ളിലേക്ക് ഈ വേഴാമ്പല് കടന്നു കഴിഞ്ഞാൽ അത് കൂടടയ്ക്കും. പിന്നെ അതിന്റെ ചുണ്ട് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പെൺ വേഴാമ്പൽ ഉണ്ട് എന്നുള്ള കാര്യം ആകെ അറിയാവുന്നത് ഈ ആൺ വേഴാമ്പൽ. അത് അതിന്റെ ശരീരത്തിൽ മുട്ടയിടാനായിട്ട് തുടങ്ങുമ്പോൾ ശരീരത്തിൽ തൂവലുകളെല്ലാം കൊഴിഞ്ഞു പോകും, പിന്നെ അതിന് പറക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു പ്രത്യേകത അതിനുണ്ട്. യെസ്, ആ സമയം എത്രയും ആ മുട്ടയിട്ട് അടയിരിക്കുന്ന സമയം എത്രയും ആ പെൺ വേഴാമ്പലിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആൺ വേഴാമ്പലായിരിക്കും. കാരണം ആ ചെറിയൊരു തുളയിലൂടെ അതിന്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് ഈ ആൺ വേഴാമ്പലിനെ ആരെങ്കിലും വെടിവെച്ചോ കെണിവെച്ചോ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആൺ വേഴാമ്പൽ മാത്രമല്ല മരിച്ചു പോകുന്നത്, ഒരു പെൺ വേഴാമ്പലും അതിന്റെ കുഞ്ഞുങ്ങളും കൂടി മരിച്ചു. യെസ്, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പക്ഷിയാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. ഓക്കെ, ഞാനിപ്പോ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് സൂചിപ്പിച്ചത് മാത്രമാണ്. നെക്സ്റ്റ്, ദാറ്റ് ഈസ് വെരി ഈസി. ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനി. ഓക്കെ മസ്ജിദ്, അഞ്ജലി,
Alicia, Divya, Fatima, Lechu, Anju, Suhaina. Is the correct answer? All belongs to, okay, Hasina, all belongs to vegetables. Okay. Very simple, very simple. அடுத்தது hammer, screwdriver, wrench, WRENCH. Yes. Okay, Masjid, Alicia, Suhaina, Anjali, Anulakshmi, Lechu, Anju, Anisha, Hasina. Is the correct answer? All these belongs to tools. പണിയായുധങ്ങളായിട്ട് മാറുന്നു. Yes, അടുത്തത് rose, tulips, daisy. Okay, Masjid, Anisha, Anulakshmi, Fatima, okay, Suhaina, Alicia, Lechu, Anju, Anjali, Divya. Okay. Correct answer. That is flowers. അടുത്തത് ലാസ്റ്റ് ആണ് അതിൻ്റെ അതുള്ള ലാസ്റ്റ് ചോദ്യമാണ് മാർസ്, MARS, മാർസ്, കോമ ജൂപ്പിറ്റർ, കോമ സാറ്റർൺ. ഓക്കെ, മസ്കത്ത്, അഞ്ജലി, ഫാത്തിമ, അഞ്ജു, അലീഷ, ദിവ്യ, അനീഷ, ലച്ചു, സുഹൈന, ഹസീന. Okay. It's the correct answer. All these belongs to the planet. അതെല്ലാം എന്താണ്? Planet ആണ്. Planet. Okay. Very good. Yes. ഇനി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാല് ഇനി അങ്ങനെ നമുക്കൊരു 4-5 മിനിറ്റ് കൂടി ഉള്ളു. യെസ്, എന്നാലും ഞാൻ ചോദിക്കാം, 1-2 ചോദ്യം കേട്ടോ. ഞാൻ നിങ്ങളോട് യെസ് സിമ്പിൾ ആയ ചോദ്യമാണ്. വാട്ട് കംസ് twice, TWIC, what comes twice in a week, WEK, week, never in a month, but once, once in a year. What is it? Oh, ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്നത് മസ്ജിദ്, യു ആർ ഇന്റലിജന്റ്. ഫാത്തിമ, അനീഷ, സുഹൈന, അഞ്ജു, അലീഷ, അഞ്ജലി, രഞ്ജിത്ത്. Okay. Very good. Yes. What comes twice in a week? Week എന്ന് പറയുന്ന വേർഡിന് 2 പ്രാവശ്യം, അതാണ് ഇയർ. Never in a month, മാസത്തിൽ 1 പ്രാവശ്യം പോലും വരില്ല. But once in a year, വർഷത്തിൽ 1 പ്രാവശ്യം വരും. Yes. What is it? It is E. Correct answer. Next question. Ask a question all day. Ask a question all day. You will always get different answers, but the answer is always right. What is the question? Ask a question. Yes, Anju. Yes, Anulakshmi.
സുഹൈന ലച്ചു കറക്റ്റ് ആണ്. ഓക്കെ, രഞ്ജിത അഞ്ജലി കറക്റ്റ് ആണ്. യെസ്, വിജയ് കെ ജോർജ് കറക്റ്റ് ആണ്. അലീഷ ഹസീന കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. ആസ്ക് എ ക്വസ്റ്റ്യൻ ഓൾ ഡേ. ഏത് സമയം ചോദിച്ചു കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് എ ഡിഫറെന്റ് ആൻസർ. വ്യത്യസ്തങ്ങളായ മറുപടി നിങ്ങൾക്ക് കിട്ടുക. ബട്ട് ദ ആൻസർ ഈസ് റൈറ്റ്. എത്ര വ്യത്യസ്തമായ ആൻസർ കിട്ടിക്കഴിഞ്ഞാലും ആൻസർ റൈറ്റ് ആണ്. യെസ്. ഫസ്റ്റ് ലെറ്റർ എ വരുന്നത്. യെസ്, എയും എന്നും അവസാനം വരുന്ന ചോദ്യം ചോദിക്കും. അതിന്റെ ആൻസർ തുടക്കമല്ല, ലാസ്റ്റ് എ വരും. അല്ലെ, ലാസ്റ്റ് ലെറ്ററിന് മുന്നേ എ വരും, അതിനുശേഷം എൻ വരും. ഓക്കെ ഓക്കെ ഓക്കെ. ടു പ്രൊഹിബിറ്റ്. ടു പ്രൊഹിബിറ്റ് അതിന് വേറൊരു വേർഡ് പറയണം. ഓക്കെ, ബാൻ കറക്റ്റ് ആണ് ഫാത്തിമ. അപ്പൊ എന്താ വന്നു? എയും ആനും വന്നില്ല. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അതിനകത്ത് ഞാൻ അവരോട് ചോദിക്കാം, നമുക്ക് പിന്നീട് ചോദിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. യെസ്, എന്നാലും ഇപ്പോ എ വരുന്ന ചോദ്യം ചോദിക്കാൻ പറഞ്ഞോട് ചോദിച്ചാൽ, എ ചൈൽഡ് ഡിപ്രൈവ്ഡ് ഓഫ് പാരന്റ്സ്. എ ചൈൽഡ് ഡിപ്രൈവ്ഡ് ഓഫ് പാരന്റ്സ്. ഡിപ്രൈവ്ഡ് മീൻസ് ഉപേക്ഷിക്കപ്പെടുക. ഡിപ്രൈവ്ഡ് ഓഫ് പാരന്റ്സ്. ഓക്കെ മസീദ്, കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് ഓഫർ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വി വിൽ ആസ്ക് യു നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ 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 ഓക്കെ. Okay.